സ്വാഭാവികമായിട്ട് നമ്മളൊരു ദീർഘദൂര യാത്ര ചെയ്ത് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുഖത്ത് നമുക്ക് ആ ക്ഷീണം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഈ സ്വഹാബി വല്ലാത്ത ഫിക്റിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് വരികയാണ്. വല്ലാത്ത വിഷമിച്ച് വിഷണ്ണനായ സ്വഹാബിയോട് നബി തങ്ങൾ ചോദിക്കുന്നു, അലീ അറാക മഹ്സൂനാ, എന്താ നിന്നെ ഇത്ര വിഷമത്തിൽ കാണുന്നത്? വല്ലാത്ത പ്രയാസമാണല്ലോ എന്റെ മുഖത്ത് കണ്ടിട്ട്. വല്ലാത്ത ശോകമൂഖമായ ഒരു അവസ്ഥയാണ്, ഒരു ദുഃഖം നിറഞ്ഞ് തളം കെട്ടി നിൽക്കുകയാണ്. ആ സ്വഹാബി പറയുകയാണ്, ശൈഉൻ ഫക്കർതു ഫീഹി യാ റസൂലല്ലാഹ്, നബിയെ ഒരു കാര്യം ഓർത്ത് ഞാൻ ചിന്തിച്ചു പോയതാണ്. ഒരു വല്ലാത്ത വിഷമം എന്നെ അലട്ടുകയുണ്ടായി, ഒരു വല്ലാത്ത പ്രയാസം. ആ വിഷമം എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുകയുണ്ടായി. ശൈഉൻ ഫക്കർതു ഫീഹി, ഞാൻ ആ വിഷയത്തെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ക്ഷീണിച്ചു പോയതാണ് നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാ ഹുവ, എന്താണ് ആ പ്രശ്നം, പറയണം. എന്ത് വിഷയത്തിലാണ് നീ ടെൻഷൻ അടിച്ചത്? എന്താണ് ഈ പ്രശ്നം? ഇത്രയും വലിയ ടെൻഷൻ അടിക്കാനുള്ള കാര്യം എന്ത്? മാ ഹുവ, എന്താ പ്രശ്നം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, പറയണേ. ഉടനെ ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ആ സ്വഹാബി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നഹ്നു നറൂഹു ഇലൈക വനഗ്ദു അലൈക വനൻദുറു ഫീ വജ്ഹിക വനുജാലിസുക. അല്ലാഹുവിന്റെ റസൂലേ, വീട്ടിൽ നിന്ന് അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോ, അങ്ങയുടെ സദസ്സിലേക്ക് വരണമെന്ന് കൊതിക്കുമ്പോ, അവിടുത്തെ തിരുമുഖമൊന്ന് ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോ, നഗ്ദൂ അലൈക, അങ്ങയുടെ ഹളറത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്തു വരികയാ. വനൻദുറു ഫീ വജ്ഹിക, അവിടുത്തെ മുബാറക്കായ മുഖത്തേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. വനുജാലിസു മഅക, അങ്ങയോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണ്. എന്ത് വലിയ പ്രശ്നമായാലും ദുഃഖമായാലും പ്രയാസമായാലും എത്ര വലിയ ടെൻഷൻ അടിച്ചാലും അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ഹളറത്തിലേക്കൊന്ന് കടന്നു വരുമ്പോ ഞങ്ങളുടെ സകലമായ പ്രശ്നങ്ങളും അകന്നു പോവുകയാണ്. അവിടുത്തെ മുബാറക്കായ മുഖമൊന്ന് കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്, അനുഭൂതിയാണ്, ആഹ്ലാദമാണ്. പിന്നെ ഞങ്ങളെ വിഷമിപ്പിച്ച ഒരേ ഒരു പ്രശ്നമാണ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഈ ലോകത്ത് നിന്ന് നാം എല്ലാവരും വിട പറഞ്ഞു പോകുന്ന സമയത്ത് നാളെ സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിൽ അങ്ങ് വിരാജിക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകരായ അങ്ങേ പ്രവാചകന്മാരോടൊപ്പം ഉയർത്തപ്പെടുമ്പോ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ ഒന്ന് കാണാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുമ്പോൾ സ്വർഗത്തിൽ അങ്ങയെ കാണാൻ പറ്റാത്തതിന്റെ വിഷമം, അങ്ങയുടെ മുഖമൊന്ന് ദർശിക്കാൻ പറ്റുന്ന ഇസ്ലാമിക ലേബലിൽ മുനാഫിക്കിന്റെ മൂടുപടം അണിഞ്ഞിട്ട് ഇസ്ലാമിലുള്ള ഒരു മുസ്ലിമാണ് ഞാനെന്ന് ചാനലിന്റെ മുന്നിൽ പോയി മനസ്സ് തുറന്ന് നീ പറയുമ്പോ മലക്കുകൾ ലജ്ജിക്കുന്നു, മാലാഖമാര് ലജ്ജിക്കുന്നു. കാരണം നീ കാപട്യത്തിന്റെ മുഖമണിഞ്ഞിട്ട് ചാനലിൽ നിന്നിട്ട് പറയുന്നു ഞാനൊരു മുസ്ലിമാ, എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് വൃത്തികെട്ട വൃത്തിഹീനമായ പ്രവൃത്തിയല്ലേ പെണ്ണെ ആണ് നീ അവിടെ കാഴ്ചവെക്കുന്നത്. പണ്ഡിതന്മാരെ കളിയാക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, മദ്രസയിലെ അധ്യാപകന്മാരെ ആക്ഷേപിക്കുകയാണ്, മഹാന്മാരായ തങ്ങന്മാരെ ആക്ഷേപിക്കുകയാ, ബഹുമാനപ്പെട്ട സൂഫി വര്യന്മാരെ ആക്ഷേപിച്ചുകൊണ്ടല്ലേ ബാല്യകാലങ്ങളിൽ മദ്രസകളിലേക്ക് നീ പടിവാതിൽക്കലിലേക്ക് പിച്ച വെച്ച കാലഘട്ടത്തിൽ നീ എടുത്ത നിലപാടുകൾ ചാനലിന്റെ മുന്നിൽ ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഒരു പുളിപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത്, ഇല്ല പെങ്ങളെ, നീ മുസ്ലിമല്ല. ഒരിക്കലും ഇസ്ലാമിന്റെ പേര് വെച്ചത് കൊണ്ട് മുസ്ലിമാവുകയില്ല. എങ്കിൽ അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിക്കേണ്ടതില്ലല്ലോ. ആരുടെ മുഖമാണോ നാളെ
ആഖിറത്തിൽ കറുത്ത് കരുവാളിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, അവരാരാണെന്ന് പറയട്ടെ. അകഫർതും ബഅദ ഈമാനിക്കും, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാ, പരിശുദ്ധമായ ശരീഅത്തിനെ അംഗീകരിച്ചവരാണ്. ഭൗതികമായ സുഖാഡംബരത്തിന്റെ പേരിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി, ഒരു ഭൗതികമായ ഒരു സുഖത്തിന് വേണ്ടി പരിശുദ്ധ ഇസ്ലാമിനെയും പണ്ഡിതന്മാരെയും ഉലമാക്കളെയും ശരീഅത്തിന്റെ നിയമങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് കുഫ്റിനെ വിലക്ക് വാങ്ങിയവനാണ്. അകഫർതും ബഅദ ഈമാനിക്കും, വിശ്വാസത്തിന് ശേഷം കാഫിറായവളാണ്, കാഫിറായവനാ. ഫദൂഖൂ, അനുഭവിച്ചോ, അനുഭവിച്ചോ, നീ സുഖിക്കണേ, നരകത്തിൽ കിടന്ന് സുഖിക്കണേ. ഫദൂഖൂ ബിമാ കുൻതും തക്ഫുറൂൻ. ഏതൊരു ഇസ്ലാമിക ശരീഅത്തിനെയാണോ നീ പുച്ഛിച്ച് തള്ളിയത്, നിഷേധിച്ച് തള്ളിയത്, അതിന്റെ പേരിൽ അള്ളാന്റെ കോടതി നിനക്ക് മാപ്പ് നൽകുകയില്ല. ആ കോടതി വിധിക്കുകയാണ്, കാലാകാലം നീ നരകത്തിൽ കിടന്നോ. ഖുർആനിന്റെ വാക്കാണ്. ഇസ്ലാമിക പേരിൽ മൂടുപടം അണിഞ്ഞു നടക്കുന്ന മുനാഫിക്കീങ്ങൾ പോലും ഈ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കുകളെയും വചനങ്ങളെയും വിശ്വസിക്കാതെ ചാനലിന്റെ മുന്നിൽ ഒരു പേരും പ്രശസ്തിയും ലഭിക്കാൻ ഖുർആനിനെ തള്ളി പറയുകയല്ലേ മുനാഫിക്കത്തായ പെണ്ണേ, മുനാഫിക്കീങ്ങളായ ആണുങ്ങളെ, ഖുർആനിനെ നിനക്ക് തള്ളി പറയാൻ എന്തവകാശമാ? ഇസ്ലാമിക പണ്ഡിതന്മാരെ തള്ളി പറയാൻ എന്തവകാശമാ? മദ്രസകളെയും ദർസുകളെയും തള്ളി പറയാൻ എന്തവകാശമാണ്? അവരുടെ ഈമാനിനെ അല്ലാഹു പറിച്ചു കളഞ്ഞുപോയി. അകഫർതും ബഅദ ഈമാനിക്കും ഫദൂഖൂ അൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. ദുനിയാവിന്റെ ക്ഷണികമായ ഒരു സുഖത്തിന് വേണ്ടി ഇസ്ലാമിനെ തള്ളി പറഞ്ഞതിന്റെ പേരിൽ നീ കാഫിറായിരിക്കുകയാ. അവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചിരിക്കുമത്രേ. ഈ നരകത്തിൽ കിടന്ന് ആ തീച്ചൂളയിൽ അതിന്റെ ശിക്ഷയെ നീ രുചിക്കണേ. നീ രുചിക്കടോ, രുചിക്കടോ. ദുനിയാവിൽ കുറച്ച് പേരും പ്രശസ്തിയും നിനക്കുണ്ടായിരുന്നില്ലേ? ദുനിയാവിൽ നിനക്ക് ആദരവുണ്ടായിരുന്നില്ലേ? ഇവിടെ ഒരു നായി പോലും നിന്നെ തിരിഞ്ഞു നോക്കുകയില്ല. സൂറത്തു ദുഖാനിൽ അല്ലാഹു പറയുകയാണ്, വലിയ വലിയ മാന്യന്മാരെ ആ നരകത്തിലിട്ട് ചുട്ട് കരിക്കുമത്രേ. അവരോട് ആക്രോശിച്ചുകൊണ്ട്, അവരെ അപമാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാലാഖമാര് പറയുമത്രേ, ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം. അനുഭവിച്ചോ, നല്ലപോലെ രുചിക്ക്, നല്ലപോലെ രുചിക്ക്. ദുനിയാവിലൊക്കെ നീ വലിയ പ്രമാണിയായിരുന്നല്ലോ, വലിയ പദവി കിട്ടിയപ്പോ ഇസ്ലാമിനെ കളിയാക്കിയവരും ശരീഅത്തിനെ കളിയാക്കിയവരും ഈമാനിനെ കളിയാക്കിയവരുമാണ്. ഒരു മുസ്ലിം ഇസ്ലാമിനെ കളിയാക്കിയ നമുക്ക് പ്രശ്നമില്ല. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് മുസ്ലിം പെണ്ണുങ്ങൾ മണങ്ങൾ ചാനലിൽ പോയിരുന്നിട്ട്, ഞാൻ മുസ്ലിമായിരുന്നു, ഞാൻ പണ്ട് മദ്രസയിലൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളെ അവിടെ പിച്ചി, ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളെ ഇവിടെ പിച്ചി, അവിടെ കിള്ളി, ഇവിടെ കിള്ളി. ഇതൊക്കെ മദ്രസയിലെയും ആലിമീങ്ങളെ ഉലമാക്കളെ ഒക്കെ പരസ്യമായിട്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് അവളുടെ മുഖത്തൊക്കെ തന്നെ ഈമാന്റെ അംശമില്ല. ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് മല കയറുന്നു, ഇസ്ലാമിക പേരും പറഞ്ഞിട്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും ആചാര അനുഷ്ഠാനങ്ങളിൽ പോയിട്ട് വ്യാപൃതരാകുന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിമാണ്, ഇത് മതേതരത്വമാണ്, ഈ മതേതരത്വം നമുക്ക് നിൽക്കാം. ഇസ്ലാമുകളുടെ പേര് ഇസ്ലാം എന്ന ശരീഅത്തിന്റെ നിയമത്തെ തള്ളിപ്പറയാൻ ആർക്കും അവകാശമില്ല. അള്ളാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തെ തള്ളിപ്പറയാൻ ആർക്കും അവകാശമില്ല. ഉലമാക്കളെ തള്ളിപ്പറയാനും കുറ്റം പറയാനും ഒരു വ്യക്തികൾക്കും ഇവിടെ ലോകത്ത് ആർക്കും അള്ളാഹു തആല അനുവാദം കൊടുത്തിട്ടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ആദരിക്കും, അള്ളാഹു സ്നേഹിക്കും, അള്ളാഹു ബഹുമാനിക്കും. അതൊക്കെ ചാനലിൽ ചർച്ച കിട്ടുമ്പോൾ കയറി അങ്ങോട്ട് പരസ്യം അങ്ങോട്ട് പറയലല്ല വേണ്ടത്. മദ്രസ പണ്ഡിതന്മാരെ ഉലമാക്കളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്ത് മുസ്ലിം? അവന്റെ മുഖം നാളെ കറുത്ത് കരിവളിച്ചിരിക്കും. ഖുർആന്റെ വാക്കായി മുഖം കറുത്ത് കരിവളിച്ചിരിക്കും. പരിശുദ്ധ ഖുർആനല്ലേ? ആരാ ഇതിന്റെ രചയിതാവ്? ചിന്തിച്ചുകൂടെ? ആരാ ഇത് പഠിപ്പിച്ചത്? സ്വർഗത്തെ പരിചയപ്പെടുത്തി നരകത്തെ പരിചയപ്പെടുത്തി ഖുർആനാണ്. ആരെങ്കിലും എഴുതിയതാണോ?
നമുക്കിവിടെ ക്രിസ്ത്യാനികളെ പോലെ പുതിയ ഖുർആനും പഴയ ഖുർആനൊന്നും ഇല്ലല്ലോ. പുതിയ നിയമം പഴയ നിയമം നമുക്കിവിടെ ഇല്ലല്ലോ. ഇവിടെ വൈരുദ്ധ്യങ്ങളില്ലല്ലോ. ഇത് ആരും രചിച്ചതല്ലോ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മേൽ ഘട്ടം ഘട്ടമായി അല്ലാഹു തആല അറിയിച്ച ഖുർആനാണ്. ആ ഖുർആന്റെ വാക്കുകളാണ്. ആ ഖുർആൻ പഠിച്ചുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾ ഇസ്ലാമിനെ തഴുകിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പാശ്ചാത്യന്മാർ ഇസ്ലാമിനെ വളരെ മോശമായി നികൃഷ്ടമായി തള്ളിപ്പറഞ്ഞ വ്യക്തി, ഇസ്ലാമിന് എതിരെ ശക്തമായി രംഗത്തേക്ക് വന്ന വ്യക്തി ഇന്ന് പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിലാണ്, പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലാണ് അദ്ദേഹം. അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹ്. ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ്. അല്ലാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിച്ചു. ആ ഒരു ബോധം പോലെ നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ ഈ ശൈത്താന് കിട്ടിയില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയാണ്, ന്യായമില്ലാത്ത വാക്ക്. അതുകൊണ്ട് അവരുടെ മുഖം നാളെ കറുത്ത് കരുവാണ്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അതേപോലെ അവിടെ മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടുന്നത്, ഇസ്ലാമിക ശരീഅത്തിൽ നിന്ന് ഒളിച്ചോടുന്നു, കുഫറിലേക്ക് ഒളിച്ചോടുന്നു. എന്നിട്ട് പോയിട്ട് തള്ളി പറയും, ഞാൻ എന്നെ കൊല്ലാൻ, എന്നെയും എന്റെ കാമുകനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ വാപ്പ എന്റെ ഉമ്മയാണെന്ന്. 10, 18 വർഷം 20 വർഷമൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഈ മോള് പറയാണ്, എന്നെയും എന്റെ ചേട്ടനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന എന്റെ വാപ്പയാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ശരീഅത്തിനെ തള്ളിപ്പറയലെന്ന് ആലോചിച്ചു. 10, 18, 19, 20 വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പാക്ക് ഉമ്മാക്ക് വല്ല സ്ഥാനമുണ്ടോ? ആ ഉമ്മയോട് വാപ്പയോട് കരുണയുണ്ടോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന് വേണ്ടി ചോദിക്കാൻ, കരുണയ്ക്ക് വേണ്ടി ചോദിക്കാൻ ആരോടാണ് പഠിപ്പിച്ചത്? ആർക്ക് വേണ്ടിയാണ് പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിൽ എല്ലാവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫഖുൽ, നീ ദുആ ചെയ്യണേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ദുആ ചെയ്യണേ മക്കളെ, നിങ്ങൾ ദുആ ചെയ്യണേ മക്കളെ. നിന്റെ ഉപ്പാക്ക് വേണ്ടി, നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ ദുആ ചെയ്യണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. കരുണയാണ് അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചത്. ആ കരുണയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചത്. കാരണം ചെറുപ്പത്തിൽ നമ്മളോട് കരുണ കാണിച്ചത് നമ്മുടെ ഉമ്മയാണ്. നമുക്ക് വേണ്ടി നൊന്ത് പ്രസവിച്ചത് ഉമ്മയല്ലേ? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആ ചുമട് ചുമന്നത് ഉമ്മയല്ലേ? നമുക്ക് വേണ്ടി ഭക്ഷണം മുടക്കി എത്രയോ ദിവസം പട്ടിണി കിടന്നത് ഉമ്മയല്ലേ? തന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞു പൈതൽ, ആ പൈതലിന്റെ രോഗത്തിന് വേണ്ടി, ആ പൈതലിന്റെ സുഖത്തിന് വേണ്ടി സകലമാന ത്യാഗങ്ങളും വിഷമങ്ങളും സഹിച്ചത് പൊന്നുമ്മയല്ലേ? പൊന്നുമ്മയല്ലേ? വളരെ നൊന്ത് പ്രസവിച്ച ആ ഉമ്മ 2 വർഷക്കാലത്തോളം നിനക്ക് വേണ്ടി പാല് നൽകുന്ന ആ പൊന്നുമ്മ തീർന്നില്ല. നിനക്കൊരു വിവരവും ബോധവും എത്തുന്നത് വരെ ആ ഉമ്മ നിന്റെ താങ്ങും തണലുമായി നിന്നോടൊപ്പം സഞ്ചരിച്ചില്ലേ? വാപ്പ അങ്ങാടിയിലേക്ക് പോകുമ്പോ നിന്റെ കുഞ്ഞിളം കൈക്ക് പിടിച്ചിട്ടല്ലേ പോകാറുള്ളത്? ആ വാപ്പയുടെ മുഖത്തേക്ക് നീ നോക്കിയിട്ട് ഉപ്പ എനിക്ക് ഇന്ന മിഠായി വേണം, ഉപ്പ എനിക്ക് ഇന്ന വസ്ത്രം വേണം, ഉപ്പ എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോ ആ ഉപ്പായും ആ ഉമ്മായും എത്ര പട്ടിണിയാണെങ്കിലും എത്ര കടത്തിലാണെങ്കിലും തന്റെ കുഞ്ഞുമക്കൾക്ക് ആ വിഷമവും ദുഃഖവും അറിയിക്കാതെ അവരെത്ര കടം വാങ്ങിയിട്ടും നിന്നെ ആശ്വസിപ്പിച്ച വാപ്പയല്ലേ? നിന്നെ സന്തോഷിപ്പിച്ച ഉമ്മയല്ലേ? ആ ഉമ്മയോടും ഉപ്പയോടും കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാണ് പെൺമക്കളെ. 18ഉം 20ഉം വർഷവും നിന്നെ പൊന്നുപോലെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിട്ട് കേവലം ഒരു 10 ദിവസത്തെയോ 1 വർഷത്തെയോ പരിചയത്തിന്റെ പേരിൽ ഇസ്ലാമിക ആദർശം പോലും വകവെക്കാതെ ശരീഅത്തിനെ പോലും തള്ളിക്കളഞ്ഞിട്ട് ആ മുസ്ലിമീങ്ങളോടൊപ്പം ഒളിച്ചോടിപ്പോയി പ്രണയിക്കുകയും അവരോടൊപ്പം ദാമ്പത്യ ബന്ധം നടത്തുകയും ചെയ്യുമ്പോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് ഓർക്കണേ പെങ്ങളെ, അകഫർതും ബഅദ ഈമാനികും. വിശ്വസിച്ചവളായിരുന്നു നീ, 19 വർഷം നീ വിശ്വസിച്ചവളാ, നീ സുബഹി നമസ്കരിച്ചവളാ, നീ നോമ്പെടുത്തവളാണ്, നീ ഖുർആൻ ഓതിയവളാണ്. ഒരു സുപ്രഭാതത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ ഭൗതികമായ സുഖത്തിന് വേണ്ടി, കേവലം ഒരു രസത്തിന് വേണ്ടി, ഒരു ലൈംഗിക ചുവയ്ക്ക് വേണ്ടി ഇസ്ലാമിക ആദർശത്തെയും സ്വന്തം ഉപ്പയെയും ഉമ്മയെയും പണയപ്പെടുത്തിയില്ലേ പെങ്ങളെ?
ഫദൂഖൂ രുചിച്ചോ രുചിച്ചോ ദുനിയാവിൽ നീ അവരുടെ ശാരീരികമായ സുഖം രുചിച്ചുകൊണ്ട് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ ഈ നരകത്തിന്റെ തീച്ചൂളയിലെ ശിക്ഷകൾ രുചിക്കടേ. പരിശുദ്ധ ഖുർആൻ എന്റെ പൊന്നു പെങ്ങളെ നിന്നോടാണ് പറയുന്നത്. മരണമല്ല എന്ന് ഒരിക്കലും കരുതണ്ട. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് ധരിക്കണ്ട. തീർച്ച നിന്റെ മയ്യത്താരടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ച് 7 ചുവട്ടടി ജനങ്ങളൊന്ന് പിന്തിരിയട്ടെ. അവിടെ ഇതാ 2 ഭീകര രൂപങ്ങൾ നിന്നെ തേടിയെത്തുകയാണ് പെങ്ങളെ. അജ്ലസാക്കി ഐഖലാക്കി വസഅലാക്കി മൻ റബ്ബുകി വമാ ദീനുകി വഹാദാ റജുലുൽ ലദീ ബുഇസ ഫീകി. ബഹുമാനപ്പെട്ട പ്രവാചകൻ നമ്മളെ അറിയിച്ചു തരുന്നു, ഒരാളുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും മണ്ണിട്ട് മൂടി മടങ്ങിപ്പോകുമ്പോ ഇതാ 2 രൂപം അവരുടെ അരികിലേക്ക് കടന്നു വരികയാ. ഉറങ്ങിക്കിടക്കുന്ന പെണ്ണേ, നിന്നെ ഇതാ തട്ടി ഉണർത്തുകയാ, എഴുന്നേൽപ്പിച്ചിരുത്തുകയാ. നിന്നോട് ചോദിക്കുന്നു, മോളെ, മൻ റബ്ബുകി, ആരാണ് നിന്റെ റബ്ബ്? 19 വർഷം റബ്ബി അല്ലാ, 20 വർഷം റബ്ബി അല്ലാ എന്ന് വിളിച്ച നീയാണ് കേവലം നിന്റെ കാമുകന് വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തി ഇസ്ലാമിനെയും നിന്റെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും തള്ളി പറഞ്ഞില്ലേ? നിന്നോട് മലക്ക് ചോദിക്കുമ്പോ ഫതഖൂൽ, അവൾ പറയുകയാ, ഹാ ഹാ ലാദിരി ലാദിരി, അറിയില്ല 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 അറിയില്ല. ഇതെന്താണ് സംഭവം? എനിക്കറിയില്ല. ലാദിരി, ആര് പറയുന്നു? 18-19 വർഷം ഇസ്ലാമിക ചൈതന്യത്തിൽ ജീവിച്ചവൾ ഒരു കാമുകന് വേണ്ടി ഇസ്ലാമിക തീരെഴുതി കൊടുത്ത് പണ്ഡിതന്മാരെ അവഹേളിച്ച് ഉലമാക്കളെ ആക്ഷേപിച്ച് ഇസ്ലാമിക ശരീഅത്തിനെയും അവൾക്ക് ജീനം കൊടുത്ത അന്നം കൊടുത്ത മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞവൾ, ഈ വൃത്തികെട്ടവളെ അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കും. വെറുതെ അല്ലാഹു വിടൂല. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ദുആ ഇറക്കാൻ ഒരു ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ? കാരുണ്യത്തിന് വേണ്ടിയുള്ളത്. അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ഒരു ഉമ്മാന്റെ മയ്യത്തടക്കം ഒരു സഹോദരൻ ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് ആ സഹോദരനെ ഖബറടക്കപ്പെട്ടതിന് ശേഷം ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ജന്നത്തുൽ ബഖീയിലേക്ക് നടന്നു പോകുമ്പോ ഒരു ഖബറിൽ ഇതാ ശിക്ഷ ഹബീബായ തങ്ങൾ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കാണാം ഈ ശിക്ഷിക്കപ്പെടുന്നതല്ല കേട്ടോ. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രത്യേകതയാണ്. ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നത് കാണുകയാണ് സ്വഹാബ. ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണല്ലോ, കാണുന്നത് കൊണ്ടാണല്ലോ നടന്നു പോകുന്ന സമയത്ത് ഒരു ഖബറിലേക്ക് പെട്ടെന്ന് ഒരു മടൽ ഓടിച്ചു വെച്ചത്. എന്താണെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ അവർ ഇന്നഹുമാ ലയുഅദ്ദബാൻ, ആ 2 ഖബറുകളിലും ശിക്ഷിക്കപ്പെടുകയാണ്. അവർ 2 പേരും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇന്റെ ഒരു ഖബറിന്റെ അരികിലേക്ക് നിൽക്കുമ്പോ ആ ഖബറിൽ നിന്നൊരു വിളി വരികയാണ്, അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ്. ഒരു സംരക്ഷണം ലഭിക്കുമോ നബിയേ? ഒരു സഹായം ലഭിക്കുമോ നബിയേ? അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി. എന്റെ മുകളിലും തീയാണ് ഹബീബേ, എന്റെ താഴ്ഭാഗത്തും തീയാണ് നബിയേ, എന്റെ വലതും ഇടതും തീ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു നബിയേ. അൽ അമാൻ,
ഒരു കാരുണ്യം ലഭിക്കുമോ നബിയേ, ഒരു കരുണ ലഭിക്കുമോ നബിയേ, ഒരു സംരക്ഷണം ലഭിക്കുമോ എന്ന് ആ ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ്. ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി. അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, ആരുടെ മയ്യത്താണിത്? ഈ തറവാട്ടുകാരനുണ്ടോ, ഈ കുടുംബക്കാരനുണ്ടോ? സഹാബാക്കളോട് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു വൃദ്ധയായ മാതാവിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആ മാതാവ് ആ ഖബറിന്റെ അരികിൽ വന്ന് നിൽക്കുകയാണ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദി അവർകൾ ചോദിക്കുകയാണ്, എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? ഉടനെ അള്ളാന്റെ റസൂല് പറയുന്നു, ഇത് അങ്ങ് നിങ്ങളുടെ മകനാണോ ഈ ഉറക്കി ഖബറിൽ കിടക്കുന്നത്? അതെ, എന്റെ ഖുറത്തു ഐനി യാ റസൂലല്ലാഹ് വ വലദി വ സമറത്തു ഫുആദി. എന്റെ കരളിന്റെ കഷണമാണ്, എന്റെ കണ്ണിന്റെ കുളിർമയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, ആ വ്യക്തി ഇപ്പോൾ ഭയങ്കരമായ പീഡനത്തിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല മാതാവേ, എന്ത് തെറ്റാണ് ആ വ്യക്തി നിങ്ങളോട് ചെയ്തത്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മാതാവ് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ മകനാണ്, പക്ഷേ അവൻ ഒരിക്കൽ മദ്യപിച്ചു വന്ന് എന്നെ കൈ അടിച്ചൊടിച്ചു നബിയേ. ആ സമയത്ത് വേദന കൊണ്ട് അവനെതിരെ ഞാനൊരു ദുആ ചെയ്തു പോയി. ലാ റളിയല്ലാഹു അൻകാ, മാതൃത്വ ഹൃദയത്തെ വേദനിപ്പിച്ച നിനക്ക് അല്ലാഹു പൊരുത്തം തരാതിരിക്കട്ടെ, അല്ലാഹു നിന്നെ അനുഗ്രഹിക്കാതിരിക്കട്ടെ, അല്ലാഹുവിന്റെ കരുണ നിനക്ക് നൽകാതിരിക്കട്ടെ. ഒരു ഉമ്മാന്റെ ദുആയാ, മനസ്സ് വെന്ത ദുആയാ, മനസ്സ് നോന്ത ദുആയാ. കോടതി വളപ്പില് ഉമ്മാന്റെ കാല് പിടിച്ച് ദുആ ചെയ്യണേ എന്ന് പഠിപ്പിച്ച ശരീഅത്തിന്റെ നേതാവിനെ തള്ളിപ്പറഞ്ഞിട്ടല്ലേ ഒരു മാതാവ് മകളുടെ കാല് പിടിക്കേണ്ട ഗതികേട്? മകളെ, ഈ ഉമ്മയെ വിട്ടു പോകല്ല മകളെ, ഈ ഉമ്മയെ വിട്ടു പോകല്ല മകളെ എന്ന് കാല് പിടിച്ച് കോടതി വളപ്പിൽ ഒരു ഉമ്മ പൊട്ടിക്കരയണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഒരൊറ്റ പെണ്ണും ഒരൊറ്റ ആണും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഓർത്തോ, മലക്കുൽ മൗത്തിന്റെ വിളിയാളം നിന്നെ തേടിയെത്തുമ്പോ അന്ന് ഈ ഉമ്മാന്റെ കണ്ണുനീരിന്റെ വില നീ കാണുമെടി പെണ്ണേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഉമ്മാ, ഈ കബറാളിക്ക് പൊറുക്കണേ ഉമ്മാ, ഇർഹമീ തുർഹമീ. അവിടെയും അള്ളാന്റെ റസൂല് പറഞ്ഞത് കരുണയാണ്, കരുണയാണ്. അള്ളാന്റെ കാരുണ്യം വേണമോ ഉമ്മ? നിങ്ങൾ ഈ കുട്ടിയോട് കരുണ കാട്ടണേ, കരുണ കാട്ടണേ. മാതാവേ, നിങ്ങളുടെ കരുണ ഈ മയ്യത്തിനില്ല എങ്കിൽ അള്ളാഹു ആ മയ്യത്തിനോട് പൊറുക്കുകയേ ഇല്ല. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാണ്, ഇർഹമീ തുർഹമീ. ഈ മകനോട് പൊറുക്കണേ ഉമ്മ, ഈ മകനോട് പൊറുക്കണേ ഉമ്മ, ഈ മകനോട് കരുണ കാട്ടണേ ഉമ്മ, എങ്കിൽ അല്ലാഹു നിങ്ങൾക്കും കരുണ ചെയ്യും ഉമ്മ. ആ മാതാവിന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നത്, എന്റെ കൈ അടിച്ചവനാണ്, എന്റെ കൈ ഒടിച്ചവനാണ്, ഈ കയ്യിൽ വെച്ച് കുഞ്ഞിനെ താലോലിച്ച ഈ കൈയല്ലയോ അവൻ അടിച്ചത്, ഈ കൈ കൊണ്ടല്ലയോ ആ കുഞ്ഞു മോന് ഞാൻ ഭക്ഷണം വാരി കൊടുത്തത്, ഈ കൈ കൊണ്ടല്ലയോ എന്റെ മാറിടത്തിൽ എന്റെ മകനെ ഞാൻ ചേർത്ത് പിടിച്ചത്, ഈ കൈ തച്ചുടച്ച എന്റെ മകന് ഞാൻ പൊറുക്കില്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമ്മാ, അവിടുത്തെ ചെവിയൊന്ന് ആ കബറിലേക്കൊന്ന് വെച്ചു കൊടുക്കണേ. അള്ളാന്റെ അനുവാദത്തോടുകൂടി ആ ഉമ്മ കേൾക്കുകയാണ്, ഇർഹമീ യാ ഉമ്മീ, ഇർഹമീ
യാ ഉമ്മാ, ഉമ്മ എനിക്കൊന്ന് പൊരുത്തം തരുമോ, ഒരു കരുണ ചെയ്യുവോ, എന്റെ മേല് കരുണ ചൊരിയുവോ? ഈ ഖബർ മുഴുവനും തീയാൽ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വെച്ച് ആ മാതൃഹൃദയം വെന്തുരുകുകയാണ്. നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, റളിതു ബിഹി യാ റസൂലല്ലാഹ്, എന്റെ മകനോട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു നബിയേ. ഉടൻ തന്നെ ആ ഖബറിൽ നിന്ന് അശരീരി കേൾക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്, ഇൻസരിഫി യാ ഉമ്മാ ഫഖദ് റഹിമനി അല്ലാഹ്, ഉമ്മാ ധൈര്യമായി മടങ്ങിപ്പോകണേ. ഫഖദ് റഹിമനി അല്ലാഹ്, എന്റെ റബ്ബ് എനിക്ക് റഹ്മത്ത് ചെയ്തു, കരുണ ചെയ്തു. കാരുണ്യവാനായ ആ റബ്ബുൽ ഇസ്സത്ത് എന്റെ ഖബറിൽ കരുണ ഇറക്കി ഉമ്മാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറയണമെങ്കിൽ ഓർക്കണേ, ഉമ്മാന്റെ കരുണ ഇല്ല എങ്കിൽ മരണപ്പെട്ടാലും അവർക്ക് കരുണ കിട്ടൂല. ഉമ്മയെ വേദനിപ്പിച്ചിട്ടാണോ പെങ്ങളെ നീ ഒളിച്ചോടുന്നത്? ഉപ്പയെ വേദനിപ്പിച്ചിട്ടാണോ നീ ഒളിച്ചോടുന്നത്? ആ ഉമ്മാന്റെ ഖേദവും, ആ ഉമ്മാന്റെ രോദനവും, ആ ഉമ്മാന്റെ വിഷമവും, ആ ഉമ്മാന്റെ ടെൻഷനും നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും നൽകുകയില്ല. നിന്നെ കടത്തിക്കൊണ്ടുപോകുന്ന കാമുകന്മാരുണ്ടല്ലോ, നിന്റെ സുന്ദരമായ, നിന്റെ ശ്രേഷ്ഠമായ, ഇത്ര നാളും നീ സൂക്ഷിച്ചു വെച്ചിരുന്ന മധുപൂറും നിന്റെ ആ ശരീരമുണ്ടല്ലോ, അതെല്ലാം അവർ നുകർന്നെടുത്ത്, അതെല്ലാം അവർ ഊറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പില പോലെ നിന്നെ വലിച്ചെറിയും പെണ്ണേ. അന്ന് ഈ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയില്ല. ദുനിയാവിലും നീ നിന്ദ്യതയായി ചാവുകയും ആഖിറത്തിലും നീ നിന്ദ്യത ഏറ്റുവാങ്ങേണ്ടി വരികയും, ഈ ഉമ്മയെ ഉപ്പയെ ദുഃഖിപ്പിച്ചതിന്റെ പേരിൽ, വേദനിപ്പിച്ചതിന്റെ പേരിൽ നിന്റെ മുഖത്തിന്റെ കോലം അല്ലാഹു മാറ്റിമറിക്കുമത്രേ. അകഫർതും ബഅദ ഈമാനികും, ഈമാനിന് ശേഷം കുഫ്റിനെ ഇഷ്ടപ്പെട്ടവളല്ലേ. ഫദൂഖൂ ബിമാ കുൻതും തക്ഫുറൂൻ. അനുഭവിച്ചോ, അനുഭവിച്ചോ, നീ അനുഭവിച്ചോ. നീ ഉമ്മാനെ ദുനിയാവിൽ വേദനിപ്പിച്ചവളാണ്, ഉപ്പാരെ വേദനിപ്പിച്ചവളാണ്, അവരുടെ കരുണ നിനക്കില്ല, അതുകൊണ്ട് എന്റെയും കരുണയില്ല. നീ നരകത്തിൽ കിടന്ന് തീക്കൊള്ളിയായി മാറും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്, വേണമെങ്കിൽ ചിന്തിച്ചാൽ മതി. നിർബന്ധം ഖുർആനായി പറയുന്നത്, നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ ഒന്നും നിയമമല്ല ഇത്. ഖുർആനിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ത്യാഗങ്ങളും, ഇസ്ലാമിനെതിരെ വരുന്ന എത്ര വലിയ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് മുസ്ലിമായി തന്നെ ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഈ ശുഹദാക്കൾ ഈ നാട്ടിൽ വന്നത്? എന്തിനാണ് ഈ അഹ്ലു ബൈത്തുകൾ നമുക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ പിറന്നവരാണ്, ഹബീബായ തങ്ങളുടെ കൈക്ക് പിടിച്ചവരാണ്, നബി തങ്ങളെ നേരിൽ കണ്ടവരുടെ പാരമ്പര്യം ഏറ്റെടുത്തവരാണ്. ആ അഹ്ലു ബൈത്തുകൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്നത് എന്തിനാണ്? ഈ ശരീഅത്തിൽ നിൽക്കുന്നത് എന്തിനാണ്? എന്തിനാണ് നമുക്ക് വേണ്ടി അവർ ഇതുപോലുള്ള ഒരു സദസ്സുകളും മജ്ലിസുകളും ദുആയ്ക്കും ഒക്കെ നേതൃത്വം കൊടുക്കുന്നതിന്റെ കാരണം എന്ത്? നമ്മൾ യഥാർത്ഥ മുസ്ലിമുകളാണ്. ഈ ദുനിയാവല്ല നമുക്ക് വലുത്, ആഖിറമാണ്. കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവൊന്നുമല്ല, പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. ആ ലോകത്താണ് സത്യവും അസത്യവും, നീതിയും അനീതിയും, ധർമ്മവും അധർമ്മവും ഒക്കെ വെളിപ്പെടുന്നത് നാളെ ആഖിറത്തിലാണ്. അവിടെയാണ് രണ്ട് മുഖം, അതിലെ ഒരു മുഖം കറുത്ത് കരുവാളിച്ചിരിക്കും. ആരുടെ മുഖമാണോ നാളെ പ്രസന്നമായിരിക്കുന്നത്, ഫഫീ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടിയ മുഖങ്ങളാണ് കേട്ടോ. അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടിയ മുഖങ്ങളാണത്. കുറച്ച് മുഖം കുറച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് വെച്ചതുകൊണ്ട് മിനുങ്ങൂല, അങ്ങനെയൊന്നും മിനുങ്ങൂല. നാളെ സ്വർഗത്തിൽ മിനുങ്ങുന്ന, മിന്നിത്തിളങ്ങുന്ന മുഖം. ഇവിടെ കുറെ മസ്കാരൊക്കെ ഇട്ട് മിന്നിത്തിളക്കും പെണ്ണുങ്ങന്മാര്. കുറച്ച് പൊട്ടിയൊക്കെ അടിച്ച് ബ്യൂട്ടിയിലൊക്കെ പോയിട്ട്, ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് മിനുക്കും. ആ മിനുക്കം കഴിയാ പോകും. ഇത് കഴിയാ പോകാത്ത മിനുക്കമാണ്. ആ മിനുക്കമാണ് നമുക്ക് വേണ്ടത്.
അതിനിവിടെ വെച്ച് സമ്പാദിക്കണം. ആമിനിക്കമാണ് വേണ്ടത്. നാളെ മഹ്ശറിൽ നമ്മുടെ മുഖത്തിന്റെ പ്രസാദം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് എന്റെ ഉമ്മത്താണ് നീ, വാ നീ സ്വർഗ്ഗത്തിലേക്ക്, നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ ഇവിടെ ക്യൂ നിൽക്കേണ്ടവനല്ല, വാ. റഹ്മത്ത്. അതുകൊണ്ടാണ് അള്ളാന്റെ കാരുണ്യം കിട്ടുന്നത്. ഒരാൾ യാചിച്ച് നമ്മുടെ മുന്നിൽ വന്നാൽ അവനെ വെറുതെ വിടരുത്, അവൻ എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വഖഫ സായിലു അലൽ ബാബ്, ഒരു സായിൽ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിന്നാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഒരു സായിൽ, ഒരു യാചകൻ നമ്മളെ തേടി വരുന്നത്? എന്തിനാ? റഹ്മത്ത് പ്രതീക്ഷിച്ചു വരുന്നതാണ്. റഹ്മത്ത് പ്രതീക്ഷിച്ചു വരുന്നതാണ്, ഒരു കാരുണ്യം പ്രതീക്ഷിച്ചു വരുന്നതാണ്. അങ്ങനെ ഒരു സായിൽ നമ്മുടെ മുന്നിലേക്ക് വീട്ടിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ, വഖബിലഹാ മൻ ഖബിലഹാ വറദ്ദഹാ മൻ റദ്ദഹാ, കാരുണ്യവുമായിട്ടാണ്, കരുണയുമായിട്ടാണ് അവർ നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത്. ആരാണോ ആ കാരുണ്യം ഏറ്റുവാങ്ങുന്നത് എങ്കിൽ അള്ളാഹു അവനും ആ കാരുണ്യം നൽകുമത്രേ. ആരാണോ ആ കാരുണ്യത്തെ തള്ളിക്കളയുന്നത് എങ്കിലും അള്ളാഹു അവന്റെ ആ കാരുണ്യത്തെ തള്ളിക്കളയുമത്രേ. മനസ്സിലായില്ലേ? കാരുണ്യം. ഒരാൾ യാചിക്കാൻ വന്ന് നിൽക്കാണ്, രോഗിയാണ്, സുഖമില്ല, അല്ലെങ്കിൽ ഭാര്യ സുഖമില്ല കിടക്കാണ്, ഭർത്താവ് സുഖമില്ല കിടക്കാണ്, എന്തായാലും സഹായിക്കണം, കുട്ടികൾ പട്ടിണിയാണ്, എന്തായാലും സഹായിക്കണം, അവരെ സഹായിക്കുക എന്നുള്ളൊരു കരുണയാണ്, റഹ്മത്താണ്. ആരവിടെ കരുണയോടുകൂടി ആ വീടിന്റെ വാതിൽക്കൽ വരുന്നവർക്ക് ഒരു സഹായം കൊടുക്കുന്നുവോ അള്ളാഹുവിന്റെ റഹ്മത്ത് അവൻ അപ്പോഴേ ഇറക്കി കൊടുക്കും. ആരവരെ തള്ളിവിടുന്നുവോ അള്ളാന്റെ റഹ്മത്ത് അവരിൽ നിന്ന് തള്ളിപ്പോകും. അത്രേ കമാ ഖാല റസൂലുള്ളാഹി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ റഹ്മത്ത് നമുക്ക് കിട്ടേണ്ടത് ഈ കരുണയിലൂടെയാണ്. ഇങ്ങനെയാണ് റഹ്മത്ത് കിട്ടുക. കാരുണ്യം, അള്ളാന്റെ കാരുണ്യം വർഷിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വർഷിക്കുക? ഇങ്ങനെയല്ലേ വർഷിക്കുക? നമ്മുടെ മുന്നിലൊക്കെ വന്ന് യാചിക്കുന്നതിനൊക്കെ നമ്മൾ തള്ളിവിടും. നിങ്ങളോട് ചോദിച്ചു വരുന്നവരെ നിങ്ങൾ വിരട്ടരുതേ, ആക്ഷേപിക്കരുതേ. എന്തെങ്കിലുമൊക്കെ ചെറുത് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് വിശ്വാസം ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും ചില്ലറ ഉണ്ടെങ്കിൽ ചില്ലറ കൊടുത്തിട്ട് വിട്ടേക്കാം, നിരാശപ്പെടുത്തണ്ട. ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സദഖതി യത്ബഉഹാ ഹാദാ. നല്ല വാക്ക് പറഞ്ഞവരെ വിടുക. നല്ല വാക്ക്. ഇനി ഇല്ല പൈസ, ഇപ്പൊ ഇല്ല, ഇൻഷാ അല്ലാഹ് പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ പരിഗണിക്കാം. നല്ല വാക്ക്. അതല്ല നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ചിലപ്പോൾ ഹക്കായിരിക്കാം, ചിലപ്പോൾ ബാത്തിലായിരിക്കാം. ഇതൊക്കെ അള്ളാഹു അറിയുന്നവരാണ്. പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കരുണയുണ്ട് എന്ന് കരുതിയിട്ടാണ് ഈ പാവപ്പെട്ടവർ നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ കരുണ ഇല്ലാത്തവനാകരുത്. അതാണ് അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്ന വാക്ക്. ഞാനൊരു കരുണയുള്ളവനായതുകൊണ്ടാണ് എന്റെ മുന്നിൽ ഒരാൾ വന്ന് യാചിക്കുന്നത്. ബൈ ബൈ ബൈ, ഖാനാ കെ ലിയേ ബൈ, ചായ കെ ലിയേ ബൈ, പിറ്റി കെ ലിയേ ബൈ. അപ്പൊ ഒരു ചായയുടെ കരുണ നമ്മുടെ കൈവശമുണ്ട്, അത് നമ്മൾ മറ്റുള്ളവർക്ക് വെച്ച് നീട്ടണം. എങ്കിൽ അള്ളാന്റെ റഹ്മത്ത് ഉടനെ നമുക്ക് ഇറങ്ങും. ഇല്ല, വമൻ റദ്ദഹാ ഫഖദ റദ്ദഹാ, ആരാണോ തള്ളിക്കളയുന്നത് അവരെയും അള്ളാഹു റഹ്മത്തിൽ നിന്ന് തള്ളി മാറ്റുമത്രേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വമൻ അത്വാല الصلاة خفف الله القيام يوم يقوم الناس لرب العالمين. ഹദീസിന്റെ തുടർച്ചത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരാണോ നമസ്കാരത്തിൽ നീളമായി ദീർഘനേരം നിന്ന് നമസ്കരിക്കുന്നത് എങ്കിൽ നാളെ ആഖിറത്തിൽ അവന്റെ മഹ്ശറയിൽ നിൽക്കുന്ന ആ ഒരു ദൈർഘ്യം അല്ലാഹു കുറച്ചു കൊടുക്കുമത്രേ. സുന്നത്ത് നിസ്കാരം പുറയിലൊക്കെ നിസ്കരിക്കുമ്പോൾ, തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ, സുന്നത്തുകളൊക്കെ വീടുകളിൽ നിസ്കരിക്കുമ്പോൾ, തറാവീഹ് നിസ്കാരം, തറാവീഹൊക്കെ നിസ്കാരം അലന്തര കൈഫ ഓതി പെട്ടെന്ന് അടിച്ചുവിട്ട് പോലാണ് നമ്മള്. 20 മിനിറ്റ് കൊണ്ട് 20 റക്അത്ത്. പിന്നെ നോക്കും 10 മിനിറ്റ് കൊണ്ട് തീരുന്ന പള്ളി അടയുണ്ട്, അവിടേക്ക് പോകും. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിസ്കാരം ഉണ്ടെങ്കിലോ പള്ളിയിലേക്ക് വരും. വന്നിട്ട് ആദ്യത്തെ 4 റക്അത്ത് നിസ്കരിക്കും, പിന്നെ റോഡിലുള്ള നിസ്കാരം, പിന്നെ അവസാനത്തെ 4 റക്അത്തിലും വരും. ഇങ്ങനെയുള്ള കുറെ കുണ്ടന്മാര് വരും. ആദ്യത്തെ 4 റക്അത്തിൽ പള്ളിക്കകത്ത് കാണും, പിന്നെ ഓന് ഇതുമായിട്ട് ഫോണുമായിട്ട് പുറത്ത് പോയിട്ട് ഇങ്ങനെ കളിക്കല്. പിന്നെ കുറെ വയസ്സന്മാര് മാത്രം. നിസ്കാരത്തിൽ നിൽക്കാൻ നമുക്ക് മടി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കെന്താ? വമൻ അതാല സ്വലാ,
ആരെങ്കിലും നമസ്കാരത്തെ ദീർഘിപ്പിച്ചാൽ ഖഫഫല്ലാഹു ലഹു അൽ ഖിയാമ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. നാളെ ജനങ്ങളെല്ലാം വർഷങ്ങളോളം മഹ്ശറിൽ നിൽക്കുന്ന ആ ഒരു വേളയിൽ അല്ലാഹു ഇവന്റെ നൃത്തത്തെ ലഘൂകരിച്ചു കൊടുക്കുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വമൻ അക്സറ ദുആ, ആരെങ്കിലും എപ്പോഴും അമിതമായി അധികമായി ദുആ ചെയ്താൽ ഖാലത്തിൽ മലായിക, മാലാകമാര് പറയുമത്രേ, സൗത്തും മഅറൂഫ് വദുആഉം മുസ്തജാബ വഹാജത്തും മഖ്ളിയ. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട ശബ്ദമാണ്, അല്ലാഹ്ക്ക് ആഗ്രഹിക്കുന്ന, അല്ലാഹ് അനുഗ്രഹിക്കുന്ന ശബ്ദമാണ്. കാരണം നീ അല്ലാഹുവിനോട് യാചിക്കുകയാണ് കരുണയ്ക്ക് വേണ്ടി, കെഞ്ചുകയാണ് കരുണയ്ക്ക് വേണ്ടി, പൊട്ടിക്കരയുകയാണ് കരുണയ്ക്ക് വേണ്ടി. ആ കരുണ അല്ലാഹു നിനക്ക് നൽകണമെങ്കിൽ ഫമൻ അക്സറ ദുആ, അധികമായി അമിതമായി ദുആ ചെയ്യണേ. ഒരു കുഞ്ഞു കൂടുതൽ നേരം കരയുമ്പോ ചെറിയ തോതിൽ കരഞ്ഞാൽ തള്ള വന്ന് മെല്ലെ മെല്ലെ ഒന്ന് തട്ടി നോക്കൂ. ഇല്ല, കരച്ചില് നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമ്മയുടെ അവസാനത്തെ പണി ആ മുലപ്പാൽ എടുത്തു വെച്ചു കൊടുക്കലാണ്. അതോടുകൂടി ആ കുട്ടിയുടെ കരച്ചിൽ അവസാനിക്കുകയാണ്. ഇതുപോലെ തന്നെയാകണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവേശങ്ങളുമെല്ലാം തന്റെ റബ്ബിനോട് പറയണേ. തന്റെ റബ്ബിനോട് അധികമായി അമിതമായി പറയണേ. ചെറിയ തോതിൽ പറഞ്ഞു നിർത്തരുതേ, ഒരു പ്രാവശ്യം കൊണ്ട് ചുരുക്കരുതേ, വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടേയിരിക്കണേ. ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ഈ സമുദായത്തെ അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു വന്നില്ല. അവസാനം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർദ് മിനൽ കാഫിരീന ദയ്യാറാ. ഈ ഭൂലോകത്തൊരു അഹങ്കാരികളെ വെച്ചു പൊറുപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇജാബത്ത് കിട്ടുന്നത് വരെ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണം അവരെ തേടിയെത്തിയില്ലേ. വയസ്സനായ സക്കറിയാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട സക്കറിയാ നബി വന്യവയോധികനാണ്. 80 വയസ്സോളമായി ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസമല്ല, 100 ദിവസത്തോളം ദുആയോടെ ദുആയാ. വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. അല്ലാഹുവേ, ഞാൻ വയസ്സനായതുകൊണ്ട്, കിഴവനായതുകൊണ്ട് എന്റെ ദുആ ഞാൻ ഇവിടെ നിർത്തുന്നില്ല. അല്ലാഹ്, നീ എനിക്ക് തരുന്നത് വരെ നിന്നോട് സമരത്തിലാണ്, നിന്നോട് ചോദ്യത്തിലാണ്, നിന്നോട് കണ്ണുനീരോടുകൂടി ഈ വിനീതൻ യാചിക്കുമത്രേ അല്ലാഹ്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ തരണമേ അല്ലാഹ്. 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5 വർഷമായി കുട്ടികളില്ലാത്ത ദമ്പതികള് ദുആ ചെയ്ത് മടുത്തു. പിന്നെ ചികിത്സയായി 5 വർഷം, അതിലും മടുത്തു. പിന്നെ ദുആ മറ്റുള്ളവരെ കൊണ്ട് 5 വർഷം ചെയ്യിപ്പിക്കും, അതിലും മടുത്തു. പിന്നെ നിരാശനായി. ആരെങ്കിലും ദുആ പറഞ്ഞു കൊടുത്താ, പോടോ മനുഷ്യ, ഞാൻ 8 വർഷം ദുആ ചെയ്തിട്ട് ഗുണമില്ല. തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പീര് 5 വർഷം അവരെ കൊണ്ട് ദ്വാരപ്പിച്ച് ഒരു ഗുണവുമില്ല. സദഖ ചെയ് 7 വർഷം സദഖയും ചെയ്ത് ഒരു ഗുണവുമില്ല. നിരാശനായില്ലേ? അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? 10 വർഷം 15 വർഷമായിട്ട് മക്കളില്ലാത്തവൻ ദ്വാരക്കുന്നുണ്ടോ? ഇപ്പൊ മടുത്ത്. നമ്മൾ അങ്ങനെയാണ്, നിരാശനാണ്. ആദ്യമൊക്കെ നോക്കും, കുറച്ചൊക്കെ നോക്കും, ഇത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ മടുത്തു. ആ മടുപ്പ് വരുമ്പോഴായിരിക്കും അള്ളാന്റെ ഭാഗത്ത് സഹായം വരുന്നത്. ഒരിക്കലും മടുക്കാൻ പാടില്ല. ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. കരഞ്ഞ് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇല്ലല്ല, ഞാൻ ഖബറിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ നിന്നോട് ചോദിക്കും അല്ലാഹ്. ഒന്ന് അങ്ങനെ ഒരു വാശിയെടുത്ത് നോക്ക്, നമ്മൾ അങ്ങനെ ദുആ ചെയ്യാറില്ല.
ഭർത്താവ് ഐസിയുലാണ്, ഭാര്യ കരയാണ്, ദുആ അല്ല കരയാണ്. എന്റെ ഇച്ഛ പോകും, എന്റെ ഇച്ഛ മരിച്ചു പോകും, ആ വിഷമത്തിൽ കരയാണ്. അതല്ലാതെ അള്ളയോട് ഇന്ന് കരഞ്ഞോട് ദ്വാരം നോക്ക്, ഒന്ന് പൊട്ടി കര. റബ്ബേ നിന്റെ തീരുമാനമാണ്, മരിക്കലും ജീവിക്കലും ഒക്കെ നിന്റെ തീരുമാനമാണ്. പക്ഷെ എങ്കിലും എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ ഇച്ഛ കാഫിയത്ത് കൊടുക്കണം. ദുആ ചെയ്യ്, നിസ്കരിച്ച് ദുആയോടെ ദുആ ചെയ്യ്. റസൂൽ പറഞ്ഞ വാക്കല്ലേ ഇത്, മൻ അക്സറ ദുആ ഖാലത്തിൽ മലായിക സൗതും മഅറൂഫ് വദുആഉം മുസ്തജാബ വഹാജത്തും മഖ്ളിയ. എല്ലാം സാധിക്കുന്ന പറഞ്ഞത്, നിന്റെ ഹാജത്ത് കബൂലാവുന്നു, നിന്റെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുമെന്ന്. നമ്മൾ ദുആ ചെയ്യുന്നില്ലല്ലോ, കുറച്ച് 10 മിനിറ്റ് 5 മിനിറ്റ്. ഇപ്പൊ തന്നെ ഈ വാള് ഞാനിപ്പോ നിർത്തിയ ദുആക്ക് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് പോകും, ഉറപ്പല്ലേ? അതിന്റെ അർത്ഥം എന്താ? ഒന്ന് നിർത്തി നോക്ക്. ആഖിർ ദഅവാന ഞാനൊന്ന് പറഞ്ഞു വെള്ളം കുടിക്കട്ടെ. നിങ്ങൾ എഴുന്നേറ്റ് പോകും, പകുതിയിൽ കൂടുതൽ എഴുന്നേറ്റ് പോകും. എന്നിട്ട് ഓക്ക് വയ്യ, ഓൾക്ക് വയ്യ, ജോർക്ക് ജോലിയില്ല, ഒക്കെ ജോലിയില്ല, പുറയിൽ ഭയങ്കര പ്രശ്നം, കുട്ടികളില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല. ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന് ആലിമ്യങ്ങള് സാദാത്തുക്കളും മഹാന്മാരിക്കുന്ന സദസ്സിൽ ദ്വാരത്തുമ്പോഴല്ലേ റഹ്മത്ത് കിട്ടുള്ളൂ. അല്ലെ പിന്നെ റഹ്മത്തിട്ട് അള്ളാന്റെ കാരുണ്യം. എങ്ങനെ റഹ്മത്ത് കിട്ടുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ചോദിച്ചോ, ഇഷ്ടംപോലെ ചോദിക്കും, നിർത്തല്ല. നിന്റെ കൂടുതൽ ചോദിക്കുമ്പോൾ അറിയാം അവന്റെ ആഗ്രഹം അവനുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരാളോട്, നമ്മളൊരു സാറിനോടാകട്ടെ, ഒരു ഉസ്താദിനോടാകട്ടെ, ഒരു തങ്ങന്മാരോടട്ടെ, എപ്പോഴും പോകുമ്പോൾ ഇവ നമ്മളോടൊരു തിരിച്ചുള്ളവനാണ്, അപ്പൊ ഇവന് വേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാകും. ഇവനെപ്പോഴും നമ്മള് ഇതിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നാൽ വലിയ മൈൻഡിൽ എന്നതുപോലെ എപ്പോഴും ചോദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത്, യാ ഇബാദിയല്ലദീന അസ്റഫു ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ നിങ്ങൾ നിരാശരാകരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, സകലമാന പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. നിരാശരാകാൻ പാടില്ല. ഒരാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അന്ന് വരെ അവൻ ചെയ്ത ദുആ സ്വീകരിക്കും, പിന്നീട് അവന്റെ ദുആ സ്വീകരിക്കുകയില്ല. അതാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കില്ല ഉസ്താദെ, നമ്മളെ ദുആ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല ഉസ്താദെ എന്ന് പറഞ്ഞോ, അന്ന് പോലെ നിന്റെ ദുആ പിന്നെ അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റഹ്മത്തിലൂടെ, അല്ലാഹുവിന്റെ കരുണയോട് നമുക്ക് ഇഷ്ടമില്ല, വിശ്വാസമില്ല എന്നതിന്റെ തെളിവാണത്. വിശ്വാസമില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ചോദിക്ക്, വർഷങ്ങളോളം ചോദിക്ക്, വല്ലാഹി സത്യം ചോദിക്ക്, അല്ലാഹു തരും. ഹദീസില്ലേ, അല്ലാഹു പറഞ്ഞ വാക്കല്ലേ, റസൂലുള്ളാഹി പറഞ്ഞ വാക്കല്ലേ, വിശ്വസിച്ചൂടെ? ചോദിച്ചുകൊണ്ടേയിരിക്കെ. നമ്മളൊരു സർക്കാർ ഓഫീസിൽ ഒരു പേപ്പർ വേണം, ഒരു ഒപ്പ് വേണം, അല്ലെങ്കിൽ ഇന്നൊരാളുടെ വ്യക്തി തിരുവനന്തപുരത്ത് പോകും, യാത്ര ചെയ്ത് ഇവിടെ തിരുവനന്തപുരം വരെ പോകും. അവർ അടുത്ത ആഴ്ചയും പോകും, പിന്നെയും പോകും. നമ്മുടെ വസ്തു ജാഗയൊക്കെ പോക്കുവരവ് ചെയ്യാം. പോക്കുവരവ് എന്നൊരു സാധനം ഉണ്ട് ഇവിടെ, അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതിന്റെ പേര് തന്നെ എന്താ? പോവുക വരിക. ഒറ്റ ട്രിപ്പിലൊന്നും പോയാൽ അത് ക്ലിയർ ആയി കിട്ടൂല. കിട്ടോ ഉസ്താദേ? ഇല്ല. കിട്ടോ? അതിന്റെ പേര് തന്നെ പോക്കുവരവ് വെച്ചേക്കുന്നതിനാ. പോയി അവർ പറയും നാളെ വരി, പോവാ, അടുത്ത ആഴ്ച വരി, പോവാ, 2 ദിവസം കഴിഞ്ഞിട്ട് വരി, 2 ആഴ്ച കഴിഞ്ഞ് വരി, 3 ആഴ്ച കഴിഞ്ഞ്, പോക്ക് വരവ് തന്നെ. സഫ മർവ. എന്റെ വില പോക്ക് വരവ്. ഇങ്ങനെ കയറി ഇറങ്ങിയാലേ നമുക്ക് അത് കിട്ടുള്ളൂ. ഒരു ജോലിക്ക് വേണ്ടി എത്ര കയറി ഇറങ്ങണം? ദുബായിലൊരു ജോലിക്ക് വേണ്ടി എത്ര മണിക്കൂർ പോകണം? എത്ര ദിവസം കിടക്കണം? എത്ര വിസ എടുക്കണം? എത്ര വിസിറ്റിംഗ് വിസ എടുക്കണം? എത്ര കമ്പനിയിൽ അറ്റൻഡ് ചെയ്യണം? അപ്പോഴറിയാ കിട്ടുക. 1-2 കൊണ്ടാവും നിർത്തരുത്. അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് അല്ലാഹു പറയുന്നത്. ആരുടെ ദുആ അധികരിപ്പിക്കുന്നുവോ ഖാലത്തിൽ മലായിക, മാലാഖമാര് പറയും അത്രേ, നിന്റെ ദുആയ്ക്ക് ഉത്തരം ഇതാ ലഭിച്ചിരിക്കുന്നു. ദുആയ്ക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമ്മൾ ദുആ ചെയ്യണം എപ്പോഴും അങ്ങനെ.
اللهم بيض وجهي بنورك يوم تبيض وجوه أوليائك ولا تسود يوم تسود وجوه أعدائك. പടച്ചവനേ, എന്റെ മുഖത്തെ നിന്റെ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ മുഖം പ്രസന്നമാക്കുന്നത് പോലെ എന്റെ മുഖത്തെയും നീ പ്രസന്നമുള്ളതാക്കണമേ അല്ലാഹ്. മഹാന്മാരൊക്കെ പറയുന്നു, ഒളുവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒളുവ് മുഖത്തേക്ക് വെള്ളം മുഖം കഴുകുമ്പോൾ ഈ ദുആ നിങ്ങൾ ചെയ്യണം. ശാഫി മദ്ഹബ് അനുസരിച്ച് ഒളുവെടുക്കുമ്പോൾ നമ്മൾ നിയത്ത് ചെയ്യുന്നത്, നമ്മൾ ആ നിയത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് ദുആ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബിയല്ലു വജൂഹു ഔലിയായിക വലാ തുസവ്വിദ് വജ്ഹി ബിളുൽമാതിക യൗമ തസ്വദ്ദു വജൂഹു അഅദായിക. അല്ലാഹുവേ, നിന്റെ നൂറ് കൊണ്ട്, നിന്റെ പ്രകാശം കൊണ്ട് എന്റെ മുഖത്തെ നീ പ്രസന്നമാക്കണമേ അല്ലാഹ്. നാളെ നിന്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾ, ആരിഫീങ്ങളുടെ മുഖത്തെ പ്രസന്നമാക്കുന്നത് പോലെ എന്റെ മുഖത്തെയും നീ പ്രകാശമുള്ളതാക്കണമേ റബ്ബേ. വലാ തുസവ്വിദ് വജ്ഹി നിന്റെ പ്രതിയോഗികളെയും നിന്റെ വിരോധികളെയും നിന്റെ ശത്രുക്കളെയും കുഫറിന്റെ അഹ്ലുകാരുടെ മുഖത്തെ നാളെ കറുത്ത് കരുവാളിച്ച് വികൃത രൂപമാക്കുന്നത് പോലെ എന്റെ മുഖത്തെ നീ വികൃതമാക്കരുതേ അല്ലാഹ്. ദുആ ചെയ്തുകൊണ്ട് ഒളുവെടുക്കണേ. നിങ്ങൾ ഓരോ വഖത്ത് നമസ്കാരത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ, ഒളുവെടുക്കുമ്പോ ആ ഒളുവിന്റെ അവയവങ്ങളിൽ ഈ ദുആകളെ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഈ മുഖം നാളെ പ്രസന്നമാകാൻ കാരണമായേക്കാം. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, യൗമ തബിയല്ലു വജൂഹ് വതസ്വദ്ദു വജൂഹ് وأما الذين ابيضت وجوههم ففي رحمة الله. ആരുടെ മുഖമാണോ പ്രകാശമാനമായത് അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഹും ഫീഹാ ഖാലിദൂൻ. അവരെപ്പോഴും ആ റഹ്മത്തിൽ തന്നെയായിരിക്കും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ. അല്ലാഹുക്ക് 100 കാരുണ്യമുണ്ട്, അല്ലാഹുക്ക് 100 റഹ്മത്തുണ്ട്. ഇന്ന ലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാ. ആ 100 റഹ്മത്തിലെ ഒരു റഹ്മത്താണ്, ഒരു കരുണയാണ്, ഒരു കാരുണ്യമാണ്. അൻസല മിൻഹ, അല്ലാഹു ഇറക്കിയത് ആർക്ക്? ആരുടെ ഇടയിലേക്ക്? ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാ. ജിന്ന് വർഗങ്ങൾക്കിടയിലും മനുഷ്യവർഗങ്ങൾക്കിടയിലും ഭൂതവർഗങ്ങൾക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഹിംസ്രജീവികൾക്കിടയിലും ഉദരജീവികൾക്കിടയിലും ഈ റഹ്മത്തിൽ ഒരു റഹ്മത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. ഫബിഹാ യതറാഹമൂന വയതഅതഫൂൻ. ആ ഒരു റഹ്മത്ത് കൊണ്ടാണ്, ആ ഒരു കാരുണ്യം കൊണ്ടാണ് ഈ സമുദായത്തിലെ മുഴുവൻ പേരും പരസ്പരം കരുണ കാട്ടുന്നത്. മൃഗങ്ങൾ കരുണ കാട്ടുന്നത്, ഉദരജീവികൾ കരുണ കാട്ടുന്നത്, ജിന്നുകൾ കരുണ കാട്ടുന്നത്. ഇതിന്റെ എല്ലാം കാരണം അല്ലാഹു ഒരു റഹ്മത്ത് അയച്ചതിന്റെ പേരിലാണ്. ഒറ്റ റഹ്മത്തുണ്ടാണ്. പശു നമ്മളോട് കാണിക്കുന്ന കരുണ, കാട്ടാന നമ്മളോട് കാണിക്കുന്ന കരുണ. എത്രയോ കാട്ടാന അടുത്തൂടെ പോയിട്ട് മിണ്ടുന്നില്ലല്ലോ. കാട്ടുപോത്ത് അതിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുമല്ലോ, എന്നിട്ട് മുണ്ടുന്നല്ലോ. അതൊരു കുത്തുകുത്തിയാ തീർന്നില്ല സംഭവം. എത്ര പാമ്പ് അടുത്തൂടെ പോകുന്നു, എത്ര പാമ്പിനെ ആള് തട്ടി മാറ്റുന്നു. സർപ്പം, മൂർഖൻ, ഭയങ്കര കിങ് കോബ്ര ഇതിനൊക്കെ തട്ടി മാറ്റുന്നു. ചിലപ്പോ നമ്മുടെ വസ്ത്രത്തിൽ കാണാം, ചിലപ്പോ ബാത്റൂമിൽ കാണും, ചിലപ്പോ ക്ലോസറ്റിനകത്തിരിക്കും. ഇതൊക്കെ നമ്മൾ അപ്പോഴപ്പോഴും ചാടി എഴുന്നേറ്റൊക്കെ വേണമെങ്കിൽ അതിന് കൊത്താം. പക്ഷെ എന്തേ ചെയ്യാത്തത്? അള്ളാന്റെ റഹ്മത്തോടെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ റഹ്മത്തുണ്ട്, അള്ളാന്റെ കരുണയുള്ളത് കൊണ്ടാണ്, അള്ളാന്റെ കാരണയുള്ളത് കൊണ്ടാണ്. പേപ്പട്ടി, പട്ടി, നായ്ക്കൾ, ഇതിലെ കൂടെ ഒക്കെ പോകുമ്പോ എത്ര നായ്ക്കളുള്ളത്. കുറെ പേരെ കടിക്കുന്നു. എന്നാലും കടിക്കാൻ നിന്നാലോ, അത് മുഴുവനും കടിക്കാൻ നിന്നാൽ നമ്മളെല്ലാരും കടിക്കാൻ വേണമെങ്കിൽ തീരുമാനം എടുത്തിട്ട് 10 പട്ടികൾ ജമാഅത്തായിട്ട് വരുന്നു. ഭയങ്കരമായിട്ട് കുറച്ചിട്ട് നമ്മൾ ഓടുവോ? നമ്മൾ വെടിവെക്കാൻ പോവോ?
മനുഷ്യനെ കൊന്നാലും പട്ടിയെ കൊല്ലരുതെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പേടിച്ചു പോകും. നമ്മൾ ഈ പരിസരത്ത് കാണുന്ന കാടുകള്, ഇവിടൊക്കെ എത്രയോ കാടുകളുണ്ട്. നമ്മൾ ഈ കാട്ടില് വല്ല വേലി വല്ലം കെട്ടിയിട്ടുണ്ടോ? സിംഹം ഇറങ്ങി വരാം, പുലി ഇറങ്ങി വരാം. വല്ലപ്പോഴൊക്കെ വർക്കത്തിനൊരു പുലി അവിടെ ഇവിടെയൊക്കെ ഇറങ്ങും. അത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആവുകയും ചെയ്യും. അത് ഒരു പുലി, പുലിയുണ്ട്. അതിറങ്ങി വന്നാൽ എന്തായിരിക്കും? വലിയ വലിയ പുലികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇറങ്ങി വന്നാൽ എന്തായിരിക്കും? ജമാഅത്തോടെ ഒരു 10 പുലി ഇറങ്ങി വരട്ടെ, ഒരു 30 പുലി ഇറങ്ങി വരട്ടെ, ഒരു 30 സിംഹം ഇറങ്ങി വരട്ടെ, ഒരു 10-30 കാട്ടാന ഇറങ്ങി വരട്ടെ, പയ്യക്കീൽ ഇറങ്ങട്ടെ, കാസർഗോഡൊക്കെ ഇറങ്ങട്ടെ. ഈ വീര്യം അടിച്ചിടക്കുന്നവനൊക്കെ ഓടുന്ന ഓട്ടം കാണാം. ആകാശത്തിലേക്ക് കയറിപ്പോകും എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിനെയൊക്കെ അള്ളാഹു ആ കാട്ടിൽ തന്നെ തളച്ചിടുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ റഹ്മത്ത്, കരുണയുള്ളത് കൊണ്ടാ നമ്മളോട്. അള്ളാഹു തആല ഈ കാരുണ്യം അവർക്കിടയിൽ കൊടുത്തു. വെറുതെ തിന്നാൻ പാടില്ല, വെറുതെ വേദനിപ്പിക്കാൻ പാടില്ല, വെറുതെ വിഷമിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കരുണയുള്ളത് കൊണ്ടല്ലേ ജിന്നുകൾക്കും ഇൻസുകൾക്കും ഹിംസ്ര ജീവികളോടും അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു വർഷിച്ചിട്ടുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം അടുത്തതാണ്. കാരണം എന്താണ്? വഅഖറ 99 റഹ്മ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ 100 കാരുണ്യത്തിൽ നിന്ന് ഒരു കരുണ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഓഹരി ചെയ്തത്. ബാക്കി 99 റഹ്മത്ത് അല്ലാഹു പിടിച്ചു വെച്ചിരിക്കുകയാ. യർഹമു ഇബാദഹു യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ എനിക്കും നിങ്ങൾക്കും ഈ അടങ്ങുന്ന മുസ്ലിം ലോകത്തിന്, മാനവ മക്കൾക്ക്, മനുഷ്യർക്ക് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കരുണ വേണ്ടേ? ആ കരുണയ്ക്ക് വേണ്ടി അല്ലാഹു 99 കരുണ അല്ലാഹു പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് കരുണ വേണ്ടത്, ഇവിടെയൊന്നുമല്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ കേൾക്കണേ. അർഹമു മാ യകൂനുൽ മൗലാ ജല്ല ജലാലുഹു ഇദാ ദഖല ഖബ്റഹു ഫമൻ ദകറ വജദഹു റൗളതൻ മിൻ റിയാദിൽ ജന്ന. കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യം ഒരു അടിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഇദാ ദഖല قبره وتفرق الناس والأصحاب عنه. ജനങ്ങൾ എല്ലാവരും ഒരു മയ്യത്ത് കൊണ്ട് ഖബറിലേക്ക് വെച്ച് എല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാന്റെ കരുണ ആഗ്രഹിക്കുന്ന സമയം ആ ഖബറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ കൈകെട്ടിയിട്ട് പറയുന്ന ദുആ എന്താ? അല്ലാഹുമ്മഗ്ഫിർ ലഹു. അടുത്തെന്താ? ഉറക്കെ പറയൂ. മയ്യത്ത് നിസ്കാരത്തിന് ദുആ അറിഞ്ഞൂടാ, പോയി, എല്ലാ മയ്യത്തും പോയി. അല്ലാഹുമ്മഗ്ഫിർ ലഹു. ഉറക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഉറങ്ങാണോ അത് ഇരിക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് പറഞ്ഞ വാക്ക് ഇർഹംഹു. നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ നിസ്കാരത്തിന്റെ, ഇബാദത്തിന്റെ, സലാത്തിന്റെ, ദിക്റിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഈ റഹ്മത്ത് എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവമാണ് ഈ റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഈ കരുണ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കത്തിൽ നമ്മളിപ്പോ ഏതെടുത്താലും, നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. ബിസ്മി കൊണ്ട് തുടങ്ങാത്തതാണ് എല്ലാത്തിലും പ്രശ്നം. ഇപ്പൊ കട ഉദ്ഘാടനം നടത്തുന്ന ഇതുകൊണ്ടാ തുടങ്ങാ കട ഉദ്ഘാടനം, ബർക്കത്ത് കിട്ടൂല. കടയിൽ മൊത്തം കൊണ്ടുപോയിട്ട് രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാന്റ്, പാൻറ്റീസ്, ജട്ടി, ബ്രൈസർ, ഇതൊക്കെ ഓരോ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട്, തലയുണ്ടാക്കി വെച്ചിട്ട്, മാറുണ്ടാക്കി വെച്ച്, അതുണ്ടാക്കി വെച്ച്, ഇതിലെല്ലാം ഓരോന്ന് ഇങ്ങനെ ഈ കോലത്തിൽ കുരങ്ങന്മാരുണ്ടാക്കി മൊത്തം കടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓൻ അവിടെ ഈച്ച അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തോടെ ഇറങ്ങൂലല്ലോ. എവിടെ ഇറങ്ങണം? അല്ലാഹുവിന്റെ രൂപമുള്ള സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല മക്കളെ. വല്ലാഹി സത്യം കിട്ടൂല. ഇതിനു മുമ്പ് നീ കച്ചവടം ചെയ്തിട്ടുണ്ടല്ലോ. ഏത് രൂപമാണ് നീ വെച്ചത്? ആരുണ്ടാക്കി വെച്ച്? എന്റെ ഉപ്പാനെ ഉമ്മാനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇപ്പൊ നോക്കിയാൽ നമ്മുടെ പെങ്ങളാണെന്നേ പറയുള്ളൂ. ആ കാലൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാല്
സ്ട്രെച്ചറിലൊക്കെ കാല് കിടക്കുന്നത് കണ്ടാൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ലേബർ റൂമിൽ കയറ്റിയതുപോലെയാണ്. അതേപോലെ അല്ല, ഈ രൂപം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇത് നാളെ ജീവനിട്ട് കൊടുക്കണ്ടേ ഈ രൂപത്തിന്? അപ്പൊ ഇതിന് നമ്മൾ നല്ല മൊഞ്ചാക്കി ഇതിന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാന്റെ റഹ്മത്ത് ആ കടയിലേക്ക് ഇറങ്ങുന്നില്ല, വരുന്നില്ല. കച്ചവടം ഇല്ല. കൂടുതൽ ഇന്ന് കച്ചവടം ഇല്ലാത്തതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ അതൊക്കെ ഒഴിവാക്ക്, എന്നിട്ട് റഹ്മത്തിന്റെ അള്ളാഹുവോട് ദുആ ചെയ്യ്. വരുവോ ഇല്ലോ നമുക്കറിയാലോ. വരുകോ, കച്ചവടം വരുന്നുണ്ടോ ഇല്ലോ നമുക്കറിയാലോ. റഹ്മത്ത് ഇറങ്ങണ്ടേ? റഹ്മത്ത് എന്ന് പറഞ്ഞ സാധനം, കരുണ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങണ്ടേ? രാവിലെ കട തുറക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിനെ സ്തുതിച്ച് ഒരു സലാത്തിൽ ചൊല്ലി ഏത് കാര്യം നമ്മൾ തുടങ്ങണമെന്നാണ്. ഏത് കാര്യത്തിനും അള്ളാഹയെ സ്തുതിക്കണം, നബി തങ്ങളുടെ പേരിൽ സലാത്തും ചൊല്ലണം. മല്ലം യബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഏതൊരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ അത് അൺഫിറ്റാണ്. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൽ അള്ളാഹിന്റെ റഹ്മത്തുണ്ട് അതിനകത്ത്. ബിസ്മില്ലാഹ്. രോഗികളുടെ കൈകൾ ശരീരത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമിതമായി ഓതണേ. അവിടെ രോഗങ്ങളെല്ലാം സുഖപ്പെടാനും വേദനകൾ മാറാനും അതൊരു കാരണമായേക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണേ. വീട്ടിൽ ബർക്കത്തിൽ റഹ്മത്തില്ലാത്തതിന്റെ കാരണം എന്താ? വീട്ടിൽ റഹ്മത്ത് ഇറങ്ങാത്തതിന്റെ കാരണം എന്താ? രണ്ട് കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ റഹ്മത്ത് ഇറങ്ങൂല. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരു വീട്ടിലേക്ക് കയറുമ്പോ ഹീന യദ്ഖുലു ഫസല്ലമ അലൈഹി ഹീന യദ്ഖുലു മൻസിലഹു, ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ സലാം ചൊല്ലി കയറട്ടെ. വദകറ ഇസ്മല്ലാഹി അലാ തഅബി, അല്ലാഹുവിന്റെ നാമം ചൊല്ലി അവൻ ഭക്ഷണം കഴിക്കട്ടെ. പരിശുദ്ധ ഹബീബായ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഒരാൾ വീട്ടിലേക്ക് സലാം ചൊല്ലി കയറുകയും തന്റെ ഭക്ഷണം ബിസ്മി ചൊല്ലി കഴിക്കുകയും ചെയ്താൽ ഖാല ശൈത്വാനു ലിഅവാനിഹി, പിശാച് തന്റെ അനുയായികളോട് വിളിച്ചു പറയുമത്രേ, ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് നിങ്ങൾക്കിവിടെ അധിവസിക്കാനോ രാത്രി ഉറങ്ങാനോ നിങ്ങൾക്കിന്ന് കിടക്കാനും സൗകര്യമില്ല, കഴിക്കാനും ഭക്ഷണമില്ല. ഇന്നൽ അബ്ദ ഹീന യദ്ഖുലു മൻസിലഹു ഫസല്ലമ അലൈഹി വദക്കറ ഇസ്മല്ലാഹി അലാ തആമിഹി ഖാല അശ്ശൈത്താനു ലിഅവാനിഹി ലാ മബീത ലക്കും വലാ അശാ. വീട്ടിലേക്ക് കയറുമ്പോ സലാം ചൊല്ലാതെ കയറിയാൽ, കഴിക്കുന്ന ഭക്ഷണം ബിസ്മി ചൊല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാതെ കഴിച്ചാൽ പിശാച് തന്റെ അനുയായികളെ വിളിച്ചിട്ട് പറയും, എല്ലാരും വാ, ഓടി ഓടി വാ, അദ്റക്തുമുൽ മബീത വൽ അശാ, നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാം, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് പിശാച് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബിസ്മി ചൊല്ലുന്ന ഭക്ഷണത്തിൽ ശൈത്താൻ വരില്ല. സലാം ചൊല്ലി കയറിയ വീട്ടിൽ ശൈത്താൻ വരില്ല. സലാം ചൊല്ലാതെ കയറിയ വീടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാതെ കഴിക്കുന്ന ഭക്ഷണവും എവിടെ ഉണ്ടോ അവിടെ പിശാച് ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി. അവിടെ റഹ്മത്ത് കിട്ടൂല. മനസ്സിലാക്കാത്തോണ്ട കുട്ടികൾക്ക് രോഗം ഉണ്ടാകണം. കുട്ടികളെ പഠിപ്പിക്കൂല ബിസ്മില്ലാഹ്. ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കൂല. തുമ്മുമ്പോ അൽഹംദുലില്ലാഹ് ചൊല്ലാൻ പഠിപ്പിക്കൂല. അവരത് പഠിപ്പിച്ചു നോക്ക്, സ്വാഭാവികമായിട്ട് അവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവരത് ചെയ്തു പോകും. അങ്ങനെ ചെയ്താൽ അവിടെ റഹ്മത്ത് ഉണ്ടാകും. ചെയ്തില്ല എങ്കിൽ റഹ്മത്ത് ഉണ്ടാവുകയില്ല. ഉറപ്പായ കാര്യം തന്നെയാണ്. ശാരീരികമായി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ബിസ്മി ചൊല്ലണേ. ആ ബിസ്മി ചൊല്ലുന്നതിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഭാര്യയ്ക്കും ഉണ്ടാകും, ഭർത്താവിനും ഉണ്ടാകും. വിവാഹം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു, പ്രസവം നിർത്തിയ പെണ്ണാണ്, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും നിങ്ങൾ ബിസ്മി ചൊല്ലാതെ ബന്ധപ്പെടരുതേ. കാരണം ഈ പുരുഷന്റെ ഇന്ദ്രിയത്തിന്റെ അഗ്രത്തിൽ പിശാച് ഉണ്ടാകുമത്രേ. ബിസ്മി ചൊല്ലാതെ ആ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാതെ ആരെങ്കിലും തന്റെ ഭാര്യയെ ബന്ധപ്പെട്ടാൽ അവന്റെ ജനനേന്ദ്രിയത്തിൽ നിന്ന് പിശാച് പെണ്ണിന്റെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുകയും ആ ഗർഭപാത്രത്തിൽ ഇല്ലാത്ത രോഗങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യുമത്രേ. അതാണ് ഈ മുഴ ട്യൂമർ. ഈ പെണ്ണിന്റെ ഗർഭപാത്രത്തിലൊക്കെ രോഗങ്ങളും അസുഖങ്ങളും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത് ശൈത്താന്റെ കളിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഊദു ബില്ലാഹി ഇതൊക്കെ എപ്പോഴും ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോട്ട് പഠിക്കും
വാടച്ചു പിടിച്ചിട്ട് പറയൂ, ആരാ പറയാ? ചുമ്മാ അങ്ങോട്ട് തുറക്കലാണ്. തുറക്കുമ്പോഴത്തേക്ക് രണ്ട് പ്രാണി അകത്തേക്ക് കയറിപ്പോകും സംഭവം. അതോടുകൂടി അവന്റെ കാര്യം തീർന്നു. ശൈത്താൻ കയറ്റുന്നതാണ് അതൊക്കെ. ഇതൊക്കെ റഹ്മത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം. അതുകൊണ്ട് പിശാചിന്റെ ശരീരം രക്ഷപ്പെടാൻ ബിസ്മില്ലാണ്. അപ്പൊ ഏത് കാര്യം തുടങ്ങിയാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടങ്ങിക്കോ. വലിയ ബർക്കത്താണ്. ഫാത്തിഹ ഓതുമ്പോൾ തന്നെ തുടക്കത്തിൽ എന്താ അല്ലാഹു പോലത്തെ അടുത്ത് പറഞ്ഞ വാക്കെന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അവിടെ കരുണയാണ്. മയ്യത്ത് നിസ്കാരത്തിനും അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു, അല്ലാഹുവേ നീ കരുണ ചൊരിയണേ, നിന്റെ കാരുണ്യം കൊണ്ട് ഈ മയ്യത്തിനെ പൊതിയണമേ. സലാം ചൊല്ലുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ സലാം വ്യാപിപ്പിക്കാൻ പറഞ്ഞത് അല്ലാഹുവിന്റെ കാരുണ്യം വ്യാപിക്കാൻ വേണ്ടിയാണ്. അതിന് എന്ന് നമ്മൾ പിശുക്ക് കാണിച്ചോ, എന്ന് നമ്മൾ വിരാമമിട്ടോ, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്നേ ഇല്ല. നമസ്കാരത്തിൽ നമ്മൾ ഈ വിരമിക്കുന്ന സമയത്തും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലതുഭാഗത്തിരിക്കുന്ന എല്ലാ സ്വാലിഹീങ്ങൾക്കും എല്ലാ ആരിഫീങ്ങൾക്കും മാലാകമാർക്കും റഹ്മത്തുണ്ടാകട്ടെ. ഇടതുഭാഗത്തുള്ള എല്ലാ സ്വാലിഹീങ്ങൾക്കും മാലാകമാർക്കും റഹ്മത്തുകൾ ഉണ്ടാകട്ടെ. മിമ്പറിൽ ഇമാമ് കയറിയാലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെയൊക്കെ റഹ്മത്ത് 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 എന്ന വാക്ക് വന്നോ. പരിശുദ്ധമായ റമളാൻ, ആ റമളാനിന്റെ ആദ്യത്തെ 10 ഏത് 10? ഏത് 10? ഉറക്കം പറയൂ. സംശയമായി പോയി. ചിലപ്പോ ഇത്തക്കന്റെ തിരിഞ്ഞു വന്നാലോ 2019. അതുകൊണ്ട് പേടിയുണ്ട്. അവ്വലുഹു റഹ്മ, അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. ആദ്യത്തെ 10 റഹ്മത്ത് അല്ലാഹു തആല വെച്ചത് കാരുണ്യം. അതാണ് നമുക്ക് വേണ്ടത്. കാരുണ്യം ഉണ്ടെങ്കിലേ നോമ്പ് പിടിക്കാൻ പറ്റുള്ളൂ. കാരുണ്യം ഉണ്ടെങ്കിലേ ഇബാദത്തിന് ഉത്സാഹം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് കാരുണ്യം, അല്ലാഹുവിന്റെ റഹ്മത്ത്. വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാ സ്ഥലത്തും അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന്റെ നേതാവും ജേതാവുമായ വിപ്ലവത്തിന്റെ നായകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നമ്മിലേക്ക് നിയോഗിച്ചതും റഹ്മത്ത് തന്നെ. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ റഹ്മത്ത് എന്നാണ് വിശേഷിപ്പിച്ചത്. അത് കാരുണ്യം എന്നാണ് വിശേഷിപ്പിച്ചത്. ആ കാരുണ്യം ലോകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഇവിടെ വിരാജിക്കാനോ വിശ്രമിക്കാനോ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കരുണ കൊണ്ടല്ലയോ ഇന്ന് ലോകം വ്യാപിച്ചത്. ജനങ്ങൾ അങ്ങയുടെ അരികിലേക്ക് അടുത്തു വരുന്നതും അങ്ങയുമായുള്ള സൗഹാർദ്ദം നിലനിർത്തുന്നതും അങ്ങയുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന കരുണയുടെ പേരിലാണ്. അങ്ങയുടെ ജീവിതത്തിലെ കരുണയുടെ സ്വഭാവത്തിന്റെ പേരിലാണ്. അല്ലാഹുവിന്റെ റസൂല് കുഞ്ഞുമക്കളോട് കരുണ കാട്ടിയിട്ടില്ലേ? മൃഗങ്ങളോട് കരുണ കാട്ടിയില്ലേ? ഒരിക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് അല്ലാഹുവിന്റെ റസൂല് തോളിൽ വെച്ചിട്ട് നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ അല്ലാഹ് ഇലാഹി, എന്റെ പടച്ചവനെ, ഇന്നി ഉഹിബ്ബുഹു ഫഹിബ്ബഹു, ഈ അഹ്ലു ബൈത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലാ, നീയും അതുപോലെ ഇഷ്ടപ്പെടണമേ അല്ലാ. ഇഷ്ടപ്പെടണേ, മനസ്സിലായില്ലേ? എടുത്ത് വെച്ചിട്ട് പറഞ്ഞ വാക്കാ, ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്നു, നീ ഇഷ്ടപ്പെടണേ അല്ലാ. മനസ്സിലായില്ലേ? ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. അള്ളാന്റെ കരുണ എന്ന് പറഞ്ഞ വെറുതെ അല്ല, അത് വിശാലാണ്. അള്ളാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്.
അതുകൊണ്ടാണ് 99 കരുണ അള്ളാഹ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. ആഖിറത്തില് നമുക്ക് അള്ളാഹു പാപമോചനം നൽകി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു 99 നന്മ റഹ്മത്ത് അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ പോകാമെന്ന്? ഒരൊറ്റ അതിലൂടെ പറഞ്ഞാൽ നിർത്താൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കൾ ഒരിക്കൽ പറയുകയാണ്, ഖാരിബൂ വസദ്ദിദൂ, എല്ലാവരും ഇബാദത്തിൽ മിതത്വം പാലിക്കണേ, വ്യഗ്രതയോടെ സൂക്ഷ്മതയോടുകൂടി പരിശുദ്ധമായ ഇബാദത്തുകളെ നിങ്ങൾ നിലനിർത്തണമേ. വഅലമൂ ലയൻജു അഹദുകും, നിങ്ങളാരും നാളെ രക്ഷപ്പെടുകയില്ല ബിഅമലിഹി, തന്റെ കർമ്മങ്ങൾ കൊണ്ട്, ഇല്ലാ അയ്യതഗമ്മദഹുല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളലിൻ, അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ലഭിക്കാതെ നിങ്ങൾ എത്ര ഇബാദത്തെടുത്താലും അവർ രക്ഷപ്പെടുകയേ ഇല്ല. സഹാബാ, അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബാക്കളോട് ഈ പ്രഭാഷണം നടത്തിയപ്പോ ജിജ്ഞാസയോടെ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി, ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേയും അങ്ങനെ തന്നെയാണോ, അങ്ങേക്കും അങ്ങനെ തന്നെയാണോ? എത്രത്തോളം ഇബാദത്തെടുത്തെടുത്ത് കാലിൽ നീര് വെച്ചില്ലയോ റസൂലേ, ഉറക്കമില്ലാതെ അല്ലാഹ്ക്ക് വേണ്ടി മണിക്കൂറുകളോളം നിന്ന് നമസ്കരിച്ചില്ലയോ? അങ്ങേക്കും സ്വർഗത്തിൽ പോകാൻ അല്ലാഹുവിന്റെ കരുണ വേണമോ നബിയേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ നേതാവ് പറഞ്ഞ വാക്കാണ്, നഅം നഅം, ശരിയാണ് സഹാബാ, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഞാനും സ്വർഗത്തിലേക്ക് പോവുകയേ ഇല്ല. അള്ളാന്റെ റസൂൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ അള്ളാന്റെ കരുണ വേണം. അതാണ് അന്യബിധങ്ങൾ പറഞ്ഞ വാക്കാണ്. സഹീഹ് മുസ്ലിം, നിങ്ങളിൽ ആരും സ്വർഗത്തിൽ പോവില്ല, ഇല്ല അയ്യതഗമ്മദഹുല്ലാഹു ബിറഹ്മതിഹി, അള്ളാന്റെ കാരണമില്ലാതെ സ്വർഗത്തിൽ പോവില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, നമ്മൾ വഅദ് കേൾക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. ഇനി വലിയൊരു അതീതുണ്ട്, അതൊക്കെ സമയമില്ല. നമ്മുടെ അമലുകളൊക്കെ ആയിട്ട് കൊണ്ടുപോയി വലിയ അടുത്തപ്പെട്ട് റബ്ബിനോട് പറയും, എന്നെ വെറുതെ ഒന്നും നീ ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോണ്ട, എന്റെ നിസ്കാരത്തിന്റെ പേര് കൊണ്ടുവന്ന് മാഫി ഒന്നും കിട്ടൂല. അള്ളാഹു നമുക്ക് ചെയ്തെന്ന നിഅമത്തിന്റെ ഒരു ചെറിയ നിഅമത്തിന്റെ, ഏറ്റവും ചെറിയ നിഅമത്ത്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് 90 വർഷം നമ്മൾ ഇബാദത്തെടുത്താലും ആ ചെറിയ അനുഗ്രഹത്തിന്റെ പ്രത്യുപകാരം പരിഹാരമാവുകയില്ല. അതിന്റെ വലിയ ഹദീസുകളുണ്ട്, സമയമില്ലാത്തൊരു നിർത്താണ്. അള്ളാഹ് ചെയ്ത നിഅമത്ത് ആലോചിച്ചു നോക്ക്. നമ്മൾ തുമ്മുന്നു, ഒരു സെക്കൻഡിന്റെ പോയിന്റ് സെക്കൻഡ് നമ്മുടെ ഹാർട്ട് അടഞ്ഞു പോകാതെ, ബ്ലോക്ക് ആകാതെ അള്ളാഹു നമ്മളെ ആ ഒരു വലിയ രോഗത്തിൽ നിന്ന്, വലിയ അപകടത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്താൻ ഉടനെ നമ്മൾ അള്ളാഹ്ക്ക് പറയുന്ന വാക്കെന്താ? അൽഹംദുലില്ലാഹ്. രാവിലെ ബാത്റൂമിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അവസ്ഥ എന്താ?